ചിലപ്പോൾ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ തർക്കശാസ്ത്രങ്ങൾക്കും വിപരീതമായി നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. മനീഷ കൊയ്രാള എന്ന ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നായിക, നടി, സിനിമാ നടി, അവരുടെ അമരതാരം എന്ന ജീവചരിത്രത്തിൻ്റെ 8ാം ഭാഗം 7ാം അധ്യായമാണെന്ന്. ഈ 8ാം ഭാഗം എന്ന് പറഞ്ഞാൽ അവരെ സർജറിക്ക്, ഓപ്പറേഷനിലേക്ക്, ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ്. ഡോക്ടർ ഡെന്നിസ് ചി എന്ന് പറയുന്ന കൊറിയൻ ഡോക്ടറാണ്, ലോകപ്രശസ്തനായിട്ടുള്ള ശസ്ത്രക്രിയാ വിദഗ്ധൻ. പ്രത്യേകിച്ച് ക്യാൻസറും അത് സംബന്ധിച്ചുള്ള ഉദരരോഗങ്ങൾക്കുള്ള പ്രത്യേക വൈദഗ്ധ്യമുള്ള ഡോക്ടറാണ് ഡോക്ടർ ഡെന്നിസ് ചി. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇന്ന് ശസ്ത്രക്രിയയ്ക്കുള്ള നിർണായക ദിവസമാണെന്ന്. അതായത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മുംബൈയിലും കാഠ്മണ്ഡുവിലും നടത്തിയ ചികിത്സകളുടെ പ്രാഥമിക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒവേറിയൻ ക്യാൻസർ, ഉദരസംബന്ധിയാണെങ്കിൽ പോലും അവർക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വികൃതമായ രൂപത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്ന ഒവേറിയൻ ക്യാൻസറിൻ്റെ അത് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ഒരു സുഖം പ്രാപിക്കുള്ളൂ എന്നുള്ള വിദഗ്ധ അഭിപ്രായത്തിൻ്റെ പേരിൽ അവർ ന്യൂയോർക്കിൽ പോകുന്നു. അവിടെ സ്ലോവൻ കെറ്ററിംഗ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഡെന്നിസ് ചിയുടെ നേതൃത്വത്തിലുള്ള സർജറിക്ക് തീരുമാനമായി. അത് ഡിസംബർ 10-ാം തീയതിയാണ്. 2012 ഡിസംബർ 10-ാം തീയതി അവരുടെ ശസ്ത്രക്രിയാ ദിവസം. അതിലേക്കുള്ള പ്രവേശനമാണ്, അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ദിനത്തിൻ്റെ ഒരു ചാപ്റ്ററാണ് ഈ 7ാം അധ്യായത്തിൽ പറയുന്നത്. ഈ 7ാം അധ്യായത്തിൽ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അധികം നമ്മൾ ആർക്കും തന്നെ ഈ മനീഷ കൊയ്രാളയുടെ മറ്റൊരു പശ്ചാത്തലം, വ്യക്തിപരമായിട്ടും വ്യക്തിത്വപരമായിട്ടുമുള്ള മറ്റൊരു പശ്ചാത്തലം നമുക്കാർക്കും അറിയില്ല ഈ പുസ്തകം അവർ എഴുതുന്നത് വരെ. കാരണം അവർ ഏറ്റവും വൈകാരികമായിട്ടുള്ള, എന്നാൽ വളരെയധികം വിപുലമായിട്ടും വളരെ അധികം ഔന്നത്യമുള്ളൊരു മനോനില നിലനിർത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ് അവർക്കുള്ളതെന്നും അതെല്ലാം തന്നെ അവർ സാഹിത്യ സംബന്ധിയായ അവരുടെ വായനകൾ, വളരെ ക്രിയേറ്റീവായിട്ടുള്ള കഥകളും നോവലുകളും കവിതകളും ഒക്കെ വായിച്ചിട്ടുള്ള അനുഭവമുള്ള, അല്ലെങ്കിൽ അതുപോലെ തന്നെ മനോഹരമായി വായിക്കാൻ കൊള്ളാവുന്ന ജീവചരിത്രങ്ങൾ പോലുള്ളതൊക്കെ വായിച്ചിട്ടുള്ള, അങ്ങനെ വളരെ വിപുലമായ, വളരെ ദീർഘമായ ഒരു വായന അനുഭവം കൂടിയുള്ള ഒരു മനീഷ കൊയ്രാളയെ നമ്മൾ ഓരോ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഇന്നത് പറയുമ്പോൾ ഇന്ന് അവരുടെ ഡേ, അവരുടെ നിർണായകമായ ഒരു ദിവസം എന്നുള്ള നിലയ്ക്ക് അവർ ശസ്ത്രക്രിയയ്ക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ട് അവരുടെ മനസ്സിനെ ഉലയ്ക്കുന്ന ചില സന്ദർഭങ്ങളാണ്, ചില വാക്കുകൾ, അവർ പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചില അനുഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ, അവർ കടന്നു വന്നതും വായിച്ചതുമായ ചില അനുഭവങ്ങളാണ് അവർ ഇതിനകത്ത് പറയുന്നത്. ഈ ശസ്ത്രക്രിയയുടെ ആ ദിവസം വരുമ്പോൾ, കാര്യം ഇത് ഏറ്റവും നിർണായകമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഗർഭാശയ അർബുദത്തിൻ്റെ ശസ്ത്രക്രിയ 100% വിജയിക്കുമോ എന്നുള്ളത് ഇതുവരെ വ്യക്തതയില്ല. എന്നാൽ ഡോക്ടർ ഡെന്നിസ് ചി അവരോട് പറഞ്ഞിരിക്കുന്നു, ഇതുപോലുള്ള ശസ്ത്രക്രിയകൾ വിജയിച്ചിരുന്നോ എന്ന്, ഏതെങ്കിലും പേഷ്യൻ്റ്, അത്തരത്തിലുള്ള രോഗികൾ പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്നൊക്കെ ഡോക്ടർ ഡെന്നിസ് ചിയോട് അവർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ 25 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട്, സുഖമായി ജീവിക്കുന്നവരുണ്ട് എന്നൊക്കെയുള്ള മറുപടി അദ്ദേഹത്തിൽ നിന്നും കിട്ടി. അതുകൂടാതെ മനീഷയുടെ തന്നെ സുഹൃത്തുക്കൾ, ചില സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ, ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ, അവരും പറഞ്ഞിട്ടുണ്ട്. അവരും അവരുടെ ഇതുപോലുള്ള അനുഭവങ്ങൾ, നിരവധി പേര് ക്യാൻസർ, ഈ പറഞ്ഞ ടെർമിനൽ സിക്നസ്, ക്യാൻസർ, അർബുദ രോഗം വന്നിട്ട് സർജറിയും ഒക്കെ കഴിഞ്ഞ് കീമോതെറാപ്പിയും കഴിഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ മനീഷയ്ക്ക് ആത്മവിശ്വാസം നൽകി. അവർക്കത് ഒരു ആത്മസന്തോഷം എന്നുള്ളതിലൊരു ആശ്വാസം നൽകിയ ഒരു വാക്കുകളായിരുന്നു അത്തരത്തിലുള്ളവരുടേത്. അങ്ങനെ ഡോക്ടർ ഡെന്നിസ് ചിയിലുള്ള അവരുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് കയറുമ്പോൾ അവരെ പരിചരിക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്ന അപ്പനും അമ്മയും, അച്ഛനും അമ്മയും തുടങ്ങി സഹോദരനും മറ്റു സുഹൃത്തുക്കളും ഒക്കെ തന്നെ, ചില ബന്ധുക്കൾ കൂടെയുണ്ട്, അവരുടെ ആൻറ്റിയും അങ്കിളും ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് ശസ്ത്രക്രിയ മുറിയിലേക്ക് പോകുമ്പോൾ, അനസ്തേഷ്യയ്ക്ക് മുമ്പ് അങ്ങോട്ട് പോകുമ്പോൾ മനീഷയുടെ മനസ്സ് പറയുന്നു, ഇവരോടൊക്കെ, ഈ ഈ ബന്ധുക്കളോടും അമ്മയോടും അച്ഛനോടും ഒക്കെ എന്ത് പറയണം, ഞാൻ സുഖം പ്രാപിച്ച് തിരിച്ചു വരും, നിങ്ങളാരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട,
എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയണോ എന്നൊക്കെ അവർക്ക് മനസ്സിൽ അങ്ങനെയൊക്കെ മനസ്സ് സ്വയം മന്ത്രിച്ചുവെങ്കിലും അവർ യഥാർത്ഥത്തിൽ അത്തരത്തിലൊന്നും പറഞ്ഞില്ല. പകരം അവരോടെല്ലാം വളരെ അനുകമ്പയോടുകൂടി അവരുടെ എല്ലാം സഹതാപം ഇങ്ങനെ നോക്കി കണ്ട് അവരെല്ലാം കൂടുതൽ വിഷമത്തിലാക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊന്നും പറഞ്ഞില്ല. അവരുടെ ഉള്ളിൽ മന്ത്രിച്ച വാക്കുകളൊന്നും അവർ പ്രകടിപ്പിച്ചില്ല. പകരം അവർ ശാന്തമായി ഡോക്ടർ ഡെന്നിസ് ടിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അനസ്തേഷ്യയ്ക്ക് പോകുന്നു. ആ സർജറിക്ക് അന്നത്തെ ഈ പറഞ്ഞ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി രാവിലെ അവർ നേരത്തെ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് സ്ലോവൻ കെറ്ററിംഗ് ഹോസ്പിറ്റലിൽ രാവിലെ 10 മണിക്ക് തന്നെ എത്തി. 10 മണിക്ക് എത്തിയെങ്കിലും അവർ വീണ്ടും 4 മണിക്കൂർ ഹോസ്പിറ്റലിൽ തന്നെ ആശുപത്രിയിൽ തന്നെ കാത്തിരിക്കേണ്ടി വന്നു അനസ്തേഷ്യയ്ക്ക് മുമ്പ് അവരെ മയക്കുന്നതിനേക്ക് വേണ്ടി. കാരണം ഇത്രയധികം ദീർഘനേരത്തെ ഒരു സർജറിയും വളരെ ഗൗരവതരമായ ഒരു അസുഖവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അനസ്തേഷ്യ പോലും വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ അനസ്തേഷ്യയ്ക്ക് വേണ്ടി 4 മണിക്കൂർ കാത്തുനിന്നു. ഒടുവിൽ അവർ അനസ്തേഷ്യയും കഴിഞ്ഞു. 12 മണിക്കൂർ നീണ്ടു നിന്ന സർജറി ശസ്ത്രക്രിയയാണ് അവിടെ നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ ഡെന്നിസ് ടി പുറത്തേക്ക് വന്ന് മനീഷയുടെ അമ്മയെയും അച്ഛനെയും കാണുന്നു. അവിടെ കൂടി നിന്ന സഹോദരനെ കാണുന്നു. അവിടെ നിന്നവരെ എല്ലാവരും കാണുന്നു. ഞാൻ ശസ്ത്രക്രിയയ്ക്ക് കയറുകയാണ്. അദ്ദേഹം അവരോട് പറയുന്നു, അച്ഛനോടും അമ്മയോടും സഹോദരനോടും മറ്റു സുഹൃത്തുക്കളോടും പറയുന്നു, ഞാൻ ദീർഘനേരം എടുത്താൽ മനീഷയെ ശസ്ത്രക്രിയ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ദീർഘനേരം എടുത്താൽ എത്രയധികം സമയം ഞാൻ എടുക്കുമോ അത്രയധികം നിങ്ങൾക്ക് മനീഷ സുഖം പ്രാപിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാം. ഞാനെങ്ങാനും അതിവേഗത്തിൽ വരാണെങ്കിൽ, ഞാൻ 1-2 മണിക്കൂറിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്ന് മാത്രം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമുള്ളൂ. അതുവരെ അല്ലെങ്കിൽ എത്ര ഞാൻ ദീർഘിക്കുന്നു, സർജറി എത്രത്തോളം നീണ്ടുപോകുന്നു, ശസ്ത്രക്രിയ എത്ര സമയമെടുക്കുന്നു, അതിനനുസരിച്ച് മനീഷയുടെ മനീഷ ജീവിച്ചിരിക്കുവാനുള്ള ശസ്ത്രക്രിയയുടെ വിജയം അത്രയും കൂടെ വിജയകരമായിരിക്കും എന്നുകൂടെ നിങ്ങൾ കരുതിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനീഷയുടെ അമ്മ അദ്ദേഹത്തിന് ഒരു മഹാമൃത്യുഞ്ജയ ഹോമം പണ്ട് കാഠ്മണ്ഡുവിലെ വീട്ടിൽ നടത്തിയിരുന്നു. അന്നത്തെ പൂജാരിമാർ അവരുടെ കയ്യിലേൽപ്പിച്ച ഒരു രുദ്രാക്ഷമാല മനീഷയുടെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ആ രുദ്രാക്ഷമാല യഥാർത്ഥത്തിൽ ഡോക്ടർ ഡെന്നിസ് ടിയോട് അവർ ഏൽപ്പിക്കുന്നു. വളരെ ബഹുമാനത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, എന്നാൽ ഭക്തിയോടുകൂടി ഏൽപ്പിച്ചിട്ട് പറയുന്നു, ഈ രുദ്രാക്ഷം താങ്കൾ കയ്യിൽ വെച്ചിരിക്കുക. ഈ രുദ്രാക്ഷത്തിന് എൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ, അവളുടെ ജീവൻ തിരിച്ചു നൽകാൻ ഉപകരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയും, താങ്കൾ ചിലപ്പോൾ ഇതിൽ നിന്നും വിശ്വസിക്കില്ലായിരിക്കും, എങ്കിലും താങ്കൾ ഇത് കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും വിഷമത്തിൽ നിൽക്കുന്ന, വളരെയധികം ഖിന്നരായി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരു അമ്മയുടെ മകൾക്ക് വേണ്ടിയുള്ള ഒരു യാചന എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ ഡെന്നിസ് ടി അത് രുദ്രാക്ഷമാല കൈപ്പറ്റുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ രുദ്രാക്ഷം അണുമുക്തമാക്കണം, എന്നിട്ട് മാത്രമേ എനിക്കിത് കയ്യിൽ വയ്ക്കാൻ പറ്റുള്ളൂ, എനിക്കിതും കൊണ്ട് അങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് മേടിച്ച് പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ശസ്ത്രക്രിയയുടെ നിമിഷങ്ങൾ, അങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു. മനീഷയുടെ അമ്മയും അച്ഛനും സഹോദരൻ സിദ്ധാർത്ഥും മറ്റ് കൂട്ടുകാരികളും അവരുടെ ആൻറ്റിയും അങ്കിളും ഒക്കെ തന്നെ പുറത്ത് അസ്വസ്ഥരായി, അവർക്കെങ്ങും ഇരിക്കാനോ നിൽക്കാനോ പ്രത്യേകിച്ചൊന്നും മറ്റൊരു ചിന്തയും അവരെ കൂടാതെ അസ്വസ്ഥരായി തന്നെ മനീഷയുടെ ശസ്ത്രക്രിയയുടെ വിജയത്തിന് വേണ്ടി അവരെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നു. മനീഷയുടെ അമ്മ മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് ഈ സന്ദർശകരുടെ വെയിറ്റിംഗ് റൂമിൽ, അല്ലെങ്കിൽ ഈ സർജറിക്ക് ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വന്ന രോഗികളുടെ വെയിറ്റിംഗ് റൂമിലേക്ക് അവർ കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിപ്പ് മുറിയിൽ അവരിങ്ങനെ ഇരുന്നപ്പോഴേക്കും അവരറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഏതോ ഒരു ഇവരോട് യാതൊരു ബന്ധമില്ലാത്ത വഴിപോക്കരാരോ, ആ ഹോസ്പിറ്റലിൽ തന്നെ വന്ന ആരെങ്കിലും ആയിരിക്കണം, ഇവരിങ്ങനെ അറിയാതെ, ഇത് മനസ്സിലാക്കേണ്ടത് ഡിസംബർ 10-ാം തീയതിയാണ്. കൊടും തണുപ്പെന്ന് പറയുന്നത് അമേരിക്കയിലും ന്യൂയോർക്കിലുമൊക്കെ ഏറ്റവും കൊടും തണുപ്പ്, -ഡിഗ്രിയിലേക്ക് വരെ പോയിട്ടുള്ള ദിവസങ്ങളാണ്. അദ്ദേഹം ഒരു വഴിപോക്കൻ അതുവഴി വന്നിട്ട് മനീഷയുടെ അറിയാതെ
പ്രാർത്ഥിച്ച് അവശയായി ദുഃഖം കൊണ്ടും കഥനഭാരം കൊണ്ടും അവശയായി തളർന്ന് ഉറങ്ങിപ്പോയ മനീഷയെ അവിടുന്ന് ഒരു ഷീറ്റ് കൊണ്ട് മൂടിക്കുകയും ഒരു തലയണ വെച്ച് അവരെ സുഖമായി ഉറങ്ങുവാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത്തരം സാഹചര്യം പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ മനീഷയുടെ അമ്മയും സഹോദരനെക്കുറിച്ച്, സഹോദരൻ ഈ ഹോസ്പിറ്റലിൻ്റെ മറ്റു കാര്യങ്ങളിലും ഇതിൻ്റെ നടപടിക്രമങ്ങളെയൊക്കെ കുറിച്ച് അന്വേഷിച്ച് ഓടി നടക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്, എല്ലാവരെയും ബന്ധുക്കളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിലും തൻ്റെ മനീഷയുടെ അച്ഛൻ, അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം അവിടെ രാജാവുമായിരുന്നു, പ്രധാനമന്ത്രിയുമായിരുന്നു. അദ്ദേഹം മനീഷയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എൻ്റെ അച്ഛനൊരു അന്തർമുഖനാണ്, അങ്ങനെ ആരോടും അങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, അമ്മയെപ്പോലെയല്ല. അമ്മയാണെങ്കിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും എന്നെ സംരക്ഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് അല്ല അച്ഛൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വളരെ അന്തർമുഖനായിട്ട് എപ്പോഴും നിശബ്ദനായി ഇരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അച്ഛൻ ആ ദിവസങ്ങളിൽ, ആ സമയത്ത്, ഇത് മനീഷയുടെ അങ്കിൾ എഴുതിയ ഭാഗങ്ങളാണ്. മനീഷ ഈ ശസ്ത്രക്രിയ മുറിയിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ അവിടെ നടന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ മനീഷയുടെ അങ്കിൾ പ്രവീൺ ദ എന്ന് പറഞ്ഞാൽ മനീഷയുടെ അപ്പൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹം എഴുതി വച്ചിരുന്നതാണ്. ആ ശസ്ത്രക്രിയയിലേക്ക് മനീഷ പ്രവേശിച്ച സമയത്തുള്ള അവിടെ നടന്ന കാര്യങ്ങൾ, അവരുടെ കൂട്ടിരിപ്പിന് പോയവരുടെ എല്ലാം കാര്യങ്ങൾ എഴുതിയത് പ്രവീൺ ദ എന്ന് പറയുന്ന മനീഷയുടെ അങ്കിൾ എഴുതി വെച്ചതാണ്. അദ്ദേഹം പറയുന്നു, ഈ അന്തർമുഖനായിട്ടുള്ള തൻ്റെ മനീഷയുടെ അപ്പൻ, അദ്ദേഹം ചെയ്തത് ഒരു പരിചയമില്ലെങ്കിലും ഇത്രയും കൊടും തണുപ്പിലും താഴെ ഇറങ്ങി ഹോസ്പിറ്റലിൻ്റെ മറ്റു നിലകളിലേക്ക് താഴെ ഇറങ്ങി വന്ന് മറ്റു സന്ദർശകരെല്ലാം കൂടി നടക്കുന്നിടത്ത് വന്ന് ഒരു പരിചയമില്ലാത്ത ആളുകളോട് സംസാരിച്ചും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യസനം, അദ്ദേഹത്തിൻ്റെ ദുഃഖം, അദ്ദേഹത്തിൻ്റെ മകളോടുള്ള സ്നേഹം അതൊക്കെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ സഹിക്കുന്നത്, മനപ്രയാസം സഹിക്കുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു പരിചയമില്ലാത്ത ആളുകളോട് സംസാരിക്കുന്നു. നമ്മൾ പറഞ്ഞു അദ്ദേഹം അന്തർമുഖനാണെന്ന് പറഞ്ഞു. എന്നിട്ടും അതിനെ മാറ്റിമറിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വ്യസനത്തെ, വിങ്ങലിനെ അതിജീവിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു മാർഗം അങ്ങനെയായിരുന്നു. ആ രീതിയിൽ അങ്ങനെ പോകുന്നു. എന്നിട്ട് ഒടുവിൽ 12 മണിക്കൂറത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർ ഡെന്നിസ് ജി പുറത്തു വരുന്നു. വന്ന് മനീഷയുടെ അമ്മയെയും അച്ഛനെയും സഹോദരനെയും മറ്റ് ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ കണ്ടിട്ട് പറയുന്നു, ശസ്ത്രക്രിയ വിജയകരമായിരുന്നു, 12 മണിക്കൂർ എടുത്തു, വളരെയധികം സങ്കീർണമായിരുന്നു. കാരണം ഇത് ആന്തരിക അവയവങ്ങളെ, മനീഷയെ ബാധിച്ചിരിക്കുന്ന ഒവേറിയൻ ക്യാൻസറിൻ്റെ മുഴകൾ മനീഷയുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളെ എല്ലാം തന്നെ ബാധിച്ചിരിക്കുന്നു. ഒരുപാട് എല്ലാ ഓർഗനുകളിലും ഇത്തരത്തിലുള്ള മുഴകളുടെ വളർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ മുഴയെയും തന്നെ അത് ഇല്ലാതാക്കുന്നതിലേക്കുള്ള ശസ്ത്രക്രിയയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. ഞാൻ 99% അധികം തന്നെ ഞാൻ അത്തരം മുഴകളെല്ലാം നാമാവശേഷമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ വിജയമാണ്. നിങ്ങൾക്ക് മനീഷ തിരിച്ചു വരുമെന്നും സുഖം പ്രാപിക്കുമെന്നും പ്രതീക്ഷിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പറച്ചിൽ, ആ ഒരു വാക്ക് കേൾക്കുന്നു. അപ്പോൾ തന്നെ മനീഷയുടെ അമ്മ പറയുന്നു, എനിക്കെൻ്റെ മകളെ ഒന്ന് കാണാവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇപ്പോൾ ആർക്കും കാണാൻ പറ്റില്ല, അവർ ശസ്ത്രക്രിയ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, അവിടുന്ന് സർജറിക്ക് ശേഷം ശസ്ത്രക്രിയാനന്തര മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്നു. എന്നാൽ പോലും ശസ്ത്രക്രിയാനന്തര മുറിയിൽ കൊണ്ടുവന്നിട്ടും 11 മണിക്കൂറോളം 11-12 മണിക്കൂറോളം അവിടെയും മനീഷയെ വളരെ സുരക്ഷിതമായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അവിടെ പാർപ്പിക്കുന്നു. അതിനിടയ്ക്ക് ആ റൂമിലേക്ക്, മനീഷ കിടത്തിയിരിക്കുന്ന ശസ്ത്രക്രിയാനന്തര മുറിയിലെ വാതിലിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ചില്ല് പഴുതിലൂടെ മനീഷയുടെ അമ്മ മനീഷയെ നോക്കുന്നു. മനീഷ ഈ നേരത്തെ കൊടുത്ത അനസ്തേഷ്യയുടെ അതിൻ്റെ ഇഫക്റ്റിൽ അതിലവർ മയങ്ങുകയും ഉണരുകയും ചെയ്ത് അങ്ങനെ നീണ്ടുപോകുന്ന ഒരു 12 മണിക്കൂർ കൂടെയാണ് ഈ ശസ്ത്രക്രിയാ ദിനത്തിൽ നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് മനീഷയുടെ അമ്മയെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അവർ ഈ പറഞ്ഞ വാതിൽ പഴുതിലൂടെ മനീഷയുടെ അമ്മയെ കാണുന്നു. മനീഷയുടെ അമ്മ എന്തായാലും ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ മകളുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട്. അവരെന്നാലും വിജയം ആശംസിക്കുന്നു, നീ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പ് കാണിക്കുന്നു. മനീഷയും അതിനകത്ത് പ്രതികരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അന്നത്തെ ദിവസം, ശസ്ത്രക്രിയയുടെ ദിവസം, 2012 ഡിസംബർ 10-ാം തീയതി വളരെ നിർണായകമായ ദിവസം നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു.